ഇവരെല്ലാവരും ഇപ്പൊ KSRTC വളർത്തിയ കഥകളാണ് പറയുന്നത്. 6250 ബസ് ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ 4000 എത്തി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഈ 4000-ൽ 2000 RC ക്യാൻസൽ ചെയ്ത ബസ്സുകളാണ്. അപ്പൊ ഇത് വളർത്തി ഇത് എവിടെ വരെ എത്തിയെന്നും ഇവരാണ് ഈ നാട്ടിലെ പൊതുഗതാഗതം ഇനി കൊണ്ടു നടക്കാൻ പോകുന്നതെന്നും ഞങ്ങൾ ഒഴിവായി പോകുമല്ലോ. ഞങ്ങളെ സംരക്ഷിക്കേണ്ട വരുമ്പോൾ ഞങ്ങൾ ഒഴിവായി പോകും. അപ്പൊ ആ സാഹചര്യം ഞങ്ങൾ എവിടെ പോകും അത് മനസ്സിലായി. ഞങ്ങൾക്ക് എങ്ങനെ ഓടാൻ കഴിയും? ഞങ്ങൾക്ക് എങ്ങനെ ഓടാൻ കഴിയും? അപ്പൊ ഈ KSRTC കൊണ്ടാണ് ഈ നാട്ടിലെ ഈ വിമൻ നടത്താൻ പോകുന്ന പറയുമ്പോ നമുക്ക് അവിടെയാണ് ഒരു ചർച്ച വേണ്ടത്. എങ്ങനെ ഇവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചർച്ച ആദ്യം വേണ്ടേ? ഞങ്ങളങ്ങ് ഒഴിവായി പോയാൽ ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. ടാക്സ് അടിക്കാനും ഡീസൽ അടിക്കാനും ഒക്കെ പണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബസ്സുകൾ കൃത്യമായിട്ട് അറ്റകുറ്റപ്പണി ചെയ്യണ്ടേ, ഡീസൽ അടിക്കണ്ടേ, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണ്ടേ, KSRTC സർക്കാർ കൊടുക്കും. അപ്പൊ ഇത് കിട്ടാതെ വന്നാൽ ഞങ്ങൾ ഇല്ലാതെയായി പോയാൽ ഈ പൊതുഗതാഗതം ഈ നാട്ടിൽ എങ്ങനെ നിലനിൽക്കും എന്നുള്ള ചർച്ചയും കൂടിയാണ് ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത്. ഇത് ഞങ്ങളെക്കാൾ കൂടുതൽ ആശങ്ക വേണ്ട ഈ നാട്ടിലെ യാത്രക്കാർക്കാണ്.